നിത്യനും പരിശുദ്ധനുമായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമുള്ള നാമത്തിന് വീണ്ടും മഹത്വം ഉണ്ടാകുമാറാകട്ടെ. എൻ്റെ കേൾവിക്കാരുമായി വിശുദ്ധ ബൈബിളിലെ ചില വാക്യങ്ങൾ വായിച്ച് ഒരു ലഘു ചിന്ത പങ്കുവയ്പ്പാൻ കർത്താവിൽ ഞാൻ താല്പര്യപ്പെടുന്നു. ഏവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. വിഷയം: യേശുക്രിസ്തു മാത്രം ഏക മധ്യസ്ഥൻ. യേശുക്രിസ്തു മാത്രം ഏക മധ്യസ്ഥൻ. ഇന്ന് നമുക്ക് ലോകമെമ്പാടും നാം ആയിരിക്കുന്ന ഈ രാജ്യത്തും അനേക മധ്യസ്ഥന്മാരുടെ പുറകെ പോകുന്ന ലക്ഷക്കണക്കിന് ആൾക്കാരെ നമുക്ക് കാണുവാനായിട്ട് നമുക്ക് സാധിക്കും. ഞാനിങ്ങനെ പലയിടങ്ങളിലും യാത്ര ചെയ്യുമ്പോൾ പല ഭവനങ്ങളിലും ചെല്ലുമ്പോൾ അവർ പറയാറുണ്ട്, ഇല്ലേ അമ്മ, ഇല്ലേ മക്കള് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് പോയതാണ്. ആരുടെ പേരിലുള്ളതാണ്? മാതാവിൻ്റെ പേരിലുള്ള മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക്. മാതാവിൻ്റെ പേരിൽ മാത്രമല്ല, അവർ വിശുദ്ധന്മാരെന്ന് പറയുന്ന വ്യക്തികളുടെ, ഇല്ലെങ്കിൽ അവരായിരിക്കുന്ന മതങ്ങൾ സൃഷ്ടിച്ച മധ്യസ്ഥന്മാരെന്ന് പറയുന്നവരുടെ അടുക്കൽ അവർ പ്രാർത്ഥിക്കുവാൻ പോവുകയാണ്. പലപ്പോഴും എനിക്ക് കാണുവാനായിട്ട് സാധിച്ചിട്ടുള്ളത്, വീട്ടിലെ പ്രായമായ അപ്പച്ചനും അമ്മച്ചിയും ഇല്ലേ അവരുടെ കുഞ്ഞുങ്ങളെയും ഏൽപ്പിച്ചിട്ടാണ് രാവിലെ ഇറങ്ങുകയാണ് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക്. പല ഭവനങ്ങളിലും ചെല്ലുമ്പോൾ ആ കുടുംബത്തെ ചെയ്യേണ്ടതായ ഉത്തരവാദിത്വങ്ങളൊന്നും ചെയ്യാതെയാണ് അവരന്ധമായി വിശ്വസിച്ചുകൊണ്ട് മണിക്കൂറുകൾ അതിനു വേണ്ടി സമയം ചെലവഴിക്കുന്നത്. അവർ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങളെ അവർ മറന്നിട്ടാണ്. അവരെ നയിക്കുന്നവരും ഈ നിലയിൽ ജനങ്ങളെ സ്വാധീനിക്കുവാൻ തക്ക വിധത്തിലുള്ളതായ എല്ലാ പരിപാടികളും അവിടെ സംഘടിപ്പിച്ചു വച്ചിട്ടുണ്ട്. തീയിലേക്ക് ഈയൽപ്പാറ്റ പോയി വീഴുന്നത് പോലെയാണ് ഈ മധ്യസ്ഥന്മാരുടെ പ്രാർത്ഥന. ഇല്ലേ ഗ്രൂപ്പുകളിലേക്ക്, ഇല്ലേ അത്ഭുതം നടന്നു എന്ന് പറയുന്ന സ്ഥലങ്ങളിലേക്ക് ജനങ്ങൾ ഓടിക്കൂടുന്നത്. നമുക്കറിയാം, യേശുക്രിസ്തുവിന് ഒരമ്മയേ ഉള്ളൂ. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ അമ്മയുടെ പേരിൽ നൂറുകണക്കിന് പേരിൽ വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ വ്യത്യസ്തമായ നാമത്തിൽ അറിയപ്പെടുന്നു.
ഈ നാളുകളിൽ അറിയപ്പെട്ടു വരുന്ന ഒരു സ്ഥലമാണ് ആലപ്പുഴയിലുള്ള കൃപാസനം മാതാവ്. അവിടുത്തെ കഥകളൊക്കെ എല്ലാവർക്കും അറിയാം. ഒരു ജോസഫ് എന്ന് പറയുന്ന ഒരു കത്തോലിക്ക പുരോഹിതനാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന കഥാപാത്രം. അങ്ങനെ നമ്മുടെ കേരളത്തിൽ അനേക ഇടങ്ങളിൽ മാതാവിൻ്റെ പേരിൽ മുട്ടിന് അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും പേരിൽ സാധുക്കളായ മനുഷ്യരെ അന്ധവിശ്വാസത്തിലേക്ക്, അനാചാരങ്ങളിലേക്ക് അവരെ വലിച്ചിഴച്ചു കൊണ്ടുപോവുകയാണ്. ഇവർ ദൈവവചനം പരിശോധിക്കുകയോ അഥവാ വിശുദ്ധ ബൈബിൾ പഠിക്കുകയോ ചെയ്യാത്തവരാണ്. നാം ഒരു കാര്യം ഓർപ്പിക്കുന്നത്, അപ്പോസ്തലപ്രവൃത്തി 17-ാം അധ്യായത്തിൻ്റെ 10 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ബെരോബയിലെ വിശ്വാസികൾ അപ്പോസ്തോലന്മാർ പ്രസംഗിച്ച അങ്ങനെ തന്നെയോ എന്ന് തിരുവെഴുത്തുകളെ അവർ അനുദിനം പരിശോധിച്ചു എന്നുള്ളതാണ്. ഈ സന്ദേശം കേൾക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയുവാനായിട്ടുള്ളത്, ഈ മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറഞ്ഞ് ജനങ്ങളെ വഞ്ചിക്കുന്ന, ഇല്ലെ വഴിതെറ്റിക്കുന്ന ഈ പിശാചിൻ്റെ തന്ത്രങ്ങളിൽ വീഴാതെ വിശുദ്ധ ബൈബിൾ വായിച്ച് ആ സത്യങ്ങൾ മനസ്സിലാക്കണമെന്നാണ് എനിക്ക് സ്നേഹത്തോടെ പറയുവാനായിട്ടുള്ളത്. അതുകൊണ്ട് വിശുദ്ധ ബൈബിൾ ആരാണ് മധ്യസ്ഥൻ എന്നുള്ള വിഷയം വ്യക്തമായിട്ടും പറയുന്നുണ്ട്. അതുകൊണ്ട് സ്നേഹബുദ്ധിയാൽ നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന വിശുദ്ധ ബൈബിൾ നിങ്ങൾ വായിക്കുകയും ആ സത്യം തിരിച്ചറിഞ്ഞ് യഥാർത്ഥമായ ഏക മധ്യസ്ഥൻ ആരാണെന്ന് അറിഞ്ഞ് സത്യവഴിയിലേക്ക് വരണമെന്നാണ് ഈ സന്ദേശം കണ്ട് എനിക്ക് നിങ്ങളെ അറിയിക്കുവാനുള്ളത്. അപ്പോസ്തലനായ പൗലോസ് തിമോഥെയോസിന് ലേഖനം എഴുതുമ്പോൾ 1-ാം ലേഖനം അതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം ഇപ്രകാരം പറയുന്നു: ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ, എല്ലാവർക്കും വേണ്ടി മറുബലിയായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ ക്രിസ്തുവേശു തന്നെ. ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ. ആരാണ്? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. മധ്യസ്ഥൻ എന്ന് പറയുമ്പോൾ എന്താണ് നാം മനസ്സിലാക്കേണ്ടത്? രണ്ട് വ്യക്തികൾ തമ്മിൽ ശത്രുതയിൽ ആണ് എങ്കിൽ, ഇല്ലെങ്കിൽ മറ്റു വിഷയത്തിലാണെങ്കിൽ അവരെ രമ്യതയിൽ കൊണ്ടുവരുന്ന വ്യക്തിയാണ് മധ്യസ്ഥൻ എന്ന് പറയുന്നത്. ഈ മധ്യസ്ഥൻ രണ്ട് കൂട്ടരെ കുറിച്ചും അറിയുന്ന വ്യക്തിയായിരിക്കണം. ആ രണ്ട് കൂട്ടരുടെയും പ്രശ്നങ്ങൾ മനസ്സിലാക്കി കൈകാര്യം ചെയ്യുവാൻ, പരിഹരിക്കുവാൻ പ്രാപ്തിയുള്ളയാളായിരിക്കണം മധ്യസ്ഥൻ. ഇരു കൂട്ടർക്കും സമ്മതനായ ആളായിരിക്കണം
മധ്യസ്ഥൻ. മനുഷ്യനിവിടെ മധ്യസ്ഥന്റെ ആവശ്യം എന്താണ്? സ്വർഗത്തിലെ ദൈവവുമായി പാപം ചെയ്ത് നിത്യ നരകശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടു. ഈ നരകശിക്ഷയിൽ നിന്ന് മോചനം ലഭിക്കണം. ദൈവത്തെയും മനുഷ്യനെയും രമ്യതയിൽ കൊണ്ടുവരണം. അതിനാണ് മധ്യസ്ഥൻ്റെ ആവശ്യം. ദൈവത്തെയും മനുഷ്യരെയും രമ്യതയിൽ കൊണ്ടുവരുന്ന വ്യക്തി ദൈവത്തെക്കുറിച്ചും മനുഷ്യനെക്കുറിച്ചും അറിവുള്ള വ്യക്തിയായിരിക്കണം. ദൈവം ആരാണ്? സർവശക്തനാണ്, സർവജ്ഞാനിയാണ്, സർവസാന്നിധ്യമുള്ളവനാണ്. ഉണ്ടായതും ഉണ്ടാകാനിരിക്കുന്നതുമായ എല്ലാ കാര്യവും തൻ്റെ സ്വന്തം നിർണയത്തിൽ മനസ്സിലാക്കുന്നയാളാണ് ദൈവം. ആ ദൈവത്തിൻ്റെ കാര്യം ആധികാരികമായിട്ട് പറയുവാൻ ഈ ഭൂമിയിൽ ആർക്കാണ് സാധിക്കുക? ആർക്കും സാധിക്കില്ല. അങ്ങനെ പാപിയായ മനുഷ്യനെയും ദൈവത്തെയും രമ്യതയിൽ അടുപ്പിക്കുവാൻ സ്വർഗത്തിലെ ദൈവം ത്രിത്വത്തിൽ രണ്ടാമനായി യേശുക്രിസ്തു മനുഷ്യനായി കന്യകയിൽ ജനിച്ചു. നാം വായിക്കുന്ന എങ്ങനെയാണ്? വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു, വചനം ജഡമായി തീർന്നു. മറ്റൊരു ഭാഗത്ത് നാം വായിക്കുന്നുണ്ട്, വരുവാനുള്ളവൻ്റെ പ്രതിരൂപമായി ആദത്തെ സൃഷ്ടിച്ചു. ആ ആദത്തിൻ്റെ മനുഷ്യരൂപത്തിലാണ് സ്വർഗത്തിലെ ദൈവം ത്രിത്വത്തിൽ രണ്ടാമനായ യേശുക്രിസ്തു കന്യകയിൽ ജനിച്ചു. നാം വായിക്കുന്നത്, പാപമൊഴികെ അവൻ സകലത്തിലും നമ്മെപ്പോലെയായിരുന്നു. കാരണം ദൈവത്തെക്കുറിച്ച് ആധികാരികമായിട്ട് പറയുവാൻ ത്രിത്വത്തിലെ രണ്ടാമനായ യേശുക്രിസ്തുവിനല്ലാതെ ദൈവത്തെക്കുറിച്ച് ആധികാരികമായിട്ട് പറയാൻ വേറെ ആരുമില്ല. അതുകൊണ്ടാണ് യേശുക്രിസ്തു കന്യകാ മറിയത്തിൽ പരിശുദ്ധാത്മാവിനാൽ മനുഷ്യനായി ഈ ഭൂമിയിൽ ജനിച്ചു. യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത്, അവൻ പവിത്രൻ, നിർദോഷൻ, നിർമ്മലൻ, പാപികളോട് വേർപെട്ടവൻ, സ്വർഗത്തിന് മീതെ വസിച്ചവൻ. തന്നെ ഒറ്റക്കൊടുത്ത യൂദാസ് പറഞ്ഞു, കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു കൊടുത്ത് ഞാൻ പാപം ചെയ്തു. തന്നെ വിസ്തരിച്ച പീലാത്തോസ് പറഞ്ഞു, ഇവനിൽ ഞാനൊരു കുറ്റവും കാണുന്നില്ല. പീലാത്തോസിൻ്റെ ഭാര്യ പറഞ്ഞു, ആ മനുഷ്യൻ നീതിമാനാണ്. തന്നോടുകൂടെ ക്രൂശിൽ കിടന്ന കള്ളം പറഞ്ഞു, അവൻ ദൈവമാണ്. യേശുമശിഹാ ലോകത്തോട് ചോദിച്ചു, നിങ്ങൾക്ക് ആർക്കെന്നിൽ പാപത്തെക്കുറിച്ച് ബോധം വരുത്തുവാൻ സാധിക്കും? യേശുക്രിസ്തുവിൻ്റെ മേൽ പാപം ആരോപിച്ചിട്ടുണ്ട്, എന്നാൽ തെളിയിക്കുവാൻ ഇന്നുവരെയും ആർക്കും കഴിഞ്ഞിട്ടില്ല. അവൻ ദൈവമാണ്. ദൈവത്തെയും മനുഷ്യനെയും രമ്യതയിൽ കൊണ്ടുവരുവാൻ യേശുക്രിസ്തു മനുഷ്യ ജഡമെടുത്തു. ആ ദൈവത്തെയും മനുഷ്യരെയും രമ്യതയിൽ കൊണ്ടുവരുവാൻ എന്നെയും നിങ്ങളെയും ദൈവവുമായിട്ട് യോജിപ്പിക്കുവാൻ യേശുക്രിസ്തു മനുഷ്യ ജഡമെടുത്തു. ബൈബിൾ പറയുന്നു, ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ, കർത്താവായ യേശുക്രിസ്തു. ഇന്ന് നമുക്ക് ലോകത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നൂറുകണക്കിന് മധ്യസ്ഥന്മാരാണ്.
ഞാനിങ്ങനെ ചോദിക്കട്ടെ, നിങ്ങൾ പോകുന്ന ഇടത്തെ മധ്യസ്ഥന്മാർക്ക് ആർക്കെങ്കിലും യേശുക്രിസ്തുവിൻ്റെ അമ്മ എന്ന് പറയുന്ന മറിയം വ്യത്യസ്തമായ പേരുകളിൽ അറിയപ്പെടുന്നുണ്ടല്ലോ. അവർക്ക് സർവജ്ഞാനമുണ്ടോ? ഞാനിങ്ങനെ ചോദിക്കാം, നിങ്ങൾ മാതാവിനോട് പ്രാർത്ഥിക്കുന്നു, അല്ലെ മധ്യസ്ഥന്മാരായ മറ്റ് വിശുദ്ധന്മാരോട് പ്രാർത്ഥിക്കുന്നു. ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിലുള്ളവർ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആൾക്കാരാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് പ്രാർത്ഥിക്കുന്നത്. ലോകത്തിൽ 3000-ൽ പരം ഭാഷയും ഉപഭാഷകളും ഉണ്ട് എന്നാണ് അറിയുവാൻ കഴിഞ്ഞിട്ടുള്ളത്. ഒന്ന് ഞൊടിക്കുന്ന ആ നിമിഷത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ഈ മധ്യസ്ഥന്മാർക്ക് ഈ 3000-ൽ പരം ഭാഷയിലും ഉപഭാഷയിലും പ്രാർത്ഥന കേൾക്കുവാൻ ഒന്ന് ഞൊടിക്കുന്ന സമയത്ത് അത് ഗ്രഹിക്കാനുള്ള സർവജ്ഞാനമുണ്ടോ? അവർക്ക് സർവജ്ഞാനമുണ്ടോ? ഇനി നിങ്ങൾ പറയുകയാണ്, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന മറിയത്തിന് സർവജ്ഞാനമുണ്ട് എന്ന് നിങ്ങൾ പറഞ്ഞാൽ ഞാൻ പറയും അത് ദൈവമാണ്. അപ്പോൾ ദൈവം എത്രയുണ്ട്? അനേക ദൈവങ്ങളുണ്ട്, 100 കണക്കിന് ദൈവമുണ്ട്. സർവശക്തനും സർവജ്ഞാനിയും സർവസാന്നിധ്യമുള്ളവനും ദൈവം മാത്രമാണ്. അപ്പം നിങ്ങൾ പറയുന്ന മധ്യസ്ഥന്മാർക്ക് നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുവാൻ സാധിക്കുന്നു എന്ന് പറഞ്ഞാൽ അവർ ദൈവമാണെന്നാണ് നിങ്ങൾ പറയുന്നത്. ഇനി പോട്ടെ, ഈ പറയുന്ന മധ്യസ്ഥന്മാരെന്ന് പറയുന്നവർ മരിച്ചു മൺമറഞ്ഞ് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടവരാണ്. അവരുടെ പല്ലും നഖവും അസ്ഥിയും ഇല്ലെങ്കിൽ അത്ഭുതങ്ങളൊക്കെ നടന്നു എന്ന് പറഞ്ഞ് അവരുടെ വസ്ത്രത്തിൻ്റെയോ ശരീരത്തിൻ്റെയോ ഇല്ലെങ്കിൽ അവർ ധരിച്ചിരുന്ന ഏതെങ്കിലും അവരുപയോഗിച്ചിരുന്ന ഏതെങ്കിലും വസ്തുവിൻ്റെയോ അവശിഷ്ടങ്ങൾ എടുത്തു വെച്ച് അത്ഭുതം നടന്നു എന്ന് പറഞ്ഞ് അവിടെ ജനത്തെ വിളിച്ചുകൂട്ടി കൗളിപ്പിക്കുകയാണ്, നിങ്ങളെ വഞ്ചിക്കുകയാണ്. ഇനി അവർ മരിച്ചുപോയി വിശുദ്ധന്മാരാണെന്ന് ഇരിക്കട്ടെ. വിശുദ്ധ ബൈബിള് പറയുന്നു, ദാനിയേലിനോട് പറയുന്നത് ഇങ്ങനെയാണ്, ദാനിയേലേ, നീയോ പോയി വിശ്രമിച്ചു കൊള്ളുക, കാലാവസാനത്തെങ്കിൽ ഓഹരി പ്രാപിപ്പാൻ നീ മടങ്ങി വരും. മർത്തയുടെയും മറിയയുടെയും സഹോദരനായ ലാസർ ഉറങ്ങുകയാണെന്നാണ് പറയണേ. ധനവാന്റെ ലാസറിൻ്റെ സംഭവം പറയുമ്പോൾ ലാസർ അവിടെ ആശ്വസിക്കുന്നു. കൊരിന്ത് ലേഖനവും തെസ്സലോനിക്ക ലേഖനവും വായിക്കുമ്പോൾ വിശുദ്ധന്മാർ നിദ്ര കൊള്ളുകയാണ്, ഉറങ്ങുകയാണ്. അപ്പോൾ ഉറങ്ങുകയാണ്, വിശ്രമിക്കുകയാണ്, ആശ്വസിക്കുകയാണ്, നിദ്ര കൊള്ളുകയാണ് എന്ന് വ്യത്യസ്തമായ നിലകളിൽ മലയാളത്തിൽ നമുക്ക് എഴുതി തന്നിട്ടുണ്ട്. ആട്ടെ, വിശ്രമിക്കുകയും ഉറങ്ങുകയും ആശ്വസിക്കുകയും നിദ്ര കൊള്ളുകയും ചെയ്യുന്നവർ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കാനിരിക്കുവാണോ? ഇല്ല. അവർക്ക് ശരീരത്തോടു കൂടി അല്ല, അവർ ആത്മരൂപികളായിട്ടാണ് ദൈവം നിശ്ചയിച്ച സ്ഥലത്ത് ആയിരിക്കുന്നത്.
അതുകൊണ്ട് നിങ്ങൾ ആരോടെങ്കിലും പ്രാർത്ഥിക്കുന്നുണ്ട് എങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ, നിങ്ങളെ മതം വഞ്ചിക്കുകയാണ്. മതം നിങ്ങളെ വിറ്റ് കാശാക്കുകയാണ്. അതുകൊണ്ട് ഈ വഞ്ചനയിൽ നിങ്ങൾ വീഴരുത്. നിങ്ങൾ ദൈവവചനം പരിശോധിക്കണം. വീണ്ടും നമുക്ക് ബൈബിളിലേക്ക് വരുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് എബ്രായ വിശ്വാസികളിൽ ലേഖനം എഴുതി അവിടെ അതിൻ്റെ 7-ാം അധ്യായം 24-ാം വാക്യം നാം വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നു. അവിടെ 7:24, ഇവനോ എന്നേക്കും ഇരിക്കുന്നത് കൊണ്ട് മാറാത്ത പൗരോഹിത്യമാകുന്നു പ്രാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷാപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകിയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാണ്. പിതാവിൻ്റെ വലത്തുഭാഗത്ത് കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നു, ഇല്ലെങ്കിൽ പക്ഷപാതം ചെയ്യുന്നു എന്നാണ്. വീണ്ടും നമ്മളതിൻ്റെ 9-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ നാം വായിക്കുന്ന ഇങ്ങനെയാണ്: അത് നിമിത്തം ആദ്യ നിയമത്തിലെ ലംഘനങ്ങളിൽ നിന്നുള്ള വീണ്ടെടുപ്പിനായി ഒരു മരണം ഉണ്ടായിട്ട് നിത്യാവകാശത്തിൻ്റെ വാഗ്ദത്തം വിളിക്കപ്പെട്ടവർക്ക് ലഭിക്കേണ്ടതിന് അവൻ പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥനാണ്. അവിടെയും പറയുന്നത് കർത്താവായ യേശു ക്രിസ്തു പുതിയ നിയമത്തിൻ്റെ ഇല്ലെങ്കിൽ പുതിയ ഉടമ്പടിയുടെ മധ്യസ്ഥനാണ്. വീണ്ടും നമ്മൾ 1 യോഹന്നാൻ 2:1-2 വാക്യം വായിക്കുമ്പോൾ, എൻ്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ ഞാനിത് നിങ്ങൾക്ക് എഴുതുന്നു. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശു ക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിൻ്റെ അടുക്കൽ ഉണ്ട്. ഒരു ക്രിസ്തു വിശ്വാസി ഒരു പൈതലിനോടാണ് പറയുന്നത്, നിങ്ങൾ പാപം ചെയ്താൽ നിങ്ങൾക്ക് വേണ്ടി പിതാവിൻ്റെ സന്നിധിയിൽ മധ്യസ്ഥം വഹിക്കുവാൻ കർത്താവായ യേശു ക്രിസ്തു പിതാവിൻ്റെ സന്നിധിയിലുണ്ട് എന്നാണ് നമുക്കവിടെ കാണുവാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. വീണ്ടും നമ്മൾ എബ്രായലേഖനം വായിക്കുമ്പോൾ അതിൻ്റെ 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെയും നമുക്ക് കാണുവാനായിട്ട് നമുക്ക് സാധിക്കുന്നത് ഇപ്രകാരമാണ്. 12:24 വരുമ്പോൾ അവിടെ നാം ഇപ്രകാരം വായിക്കുന്നു: വായിക്കുന്നു, പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥനായ യേശുവിനും. ഇവിടെയെല്ലാം നാം വായിക്കുന്നത് പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥൻ കർത്താവായ യേശു ക്രിസ്തുവാണ്. അഥവാ പുതിയ ഉടമ്പടിയുടെ മധ്യസ്ഥൻ കർത്താവായ യേശു ക്രിസ്തുവാണ്. ഇന്ന് ലോകത്തിൽ നിങ്ങൾ ഓടി നടക്കുന്ന മധ്യസ്ഥന്മാരെന്ന് പറയുന്നവർക്ക് നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുവാൻ, നിങ്ങളെ ദൈവത്തോട് അടുപ്പിക്കുവാൻ അവർക്ക് കഴിയില്ല. അവർ സാധാരണ മനുഷ്യരാണ്. അവർക്ക് സർവജ്ഞാനമില്ല, അവർക്ക് സർവസാന്നിധ്യമില്ല. അത് യേശുക്രിസ്തുവിന് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. വീണ്ടും നമ്മൾ റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ നാം ഇപ്രകാരം വായിക്കുന്നു. 8-ാം അധ്യായത്തിൻ്റെ 34-ാം വാക്യം:
ക്രിസ്തുയേശു മരിച്ചവൻ, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ, അവൻ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുകയും ചെയ്യുന്നു. അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നതാണ്, യേശുക്രിസ്തുവാണ് നമുക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുന്നത്, നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നത്. എന്നെ കേൾക്കുന്ന, എന്നെ ശ്രദ്ധിക്കുന്ന എൻ്റെ എല്ലാ മാന്യ ശ്രോതാക്കളോടും എനിക്ക് പറയുവാനായിട്ടുള്ളത്, ആര് പഠിപ്പിച്ചാലും ആര് പ്രസംഗിച്ചാലും നിങ്ങളെവിടെയെല്ലാം ഓടി നടന്നാലും ഇവർ പറയുന്നതൊക്കെയും വിശുദ്ധ ബൈബിളിലുള്ളതാണോ? ഈ വിഷയത്തെക്കുറിച്ച് വിശുദ്ധ ബൈബിൾ എന്താണ് പറയുന്നത്? ഇല്ല എങ്കിൽ നിങ്ങൾ വളരെ വലിയ ചതിക്കുഴിയിലേക്കാണ്, വലിയ അപകടത്തിലേക്കാണ് പോകുന്നത്. കാരണം വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്നു, ദൈവം ഒരുവനാണ്, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും കർത്താവായ യേശു ക്രിസ്തുവാണ്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഞാൻ എൻ്റെ കേൾവിക്കാരോട് സംസാരിച്ച ഈ ലഘു ചിന്ത, ഈ ലഘു സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ വിശുദ്ധ ബൈബിളിൽ നിന്ന് ഒന്ന് പരിശോധിക്കുവാൻ, ദൈവവചനത്തിലെ സത്യങ്ങൾ കണ്ടെത്തുവാൻ ദൈവം ഇടവരുത്തട്ടെ എന്ന് ഞാൻ ഓർപ്പിക്കുകയാണ്. ഈ അന്ധകാര ശക്തിയുടെ ഈ പോരാട്ടത്തിൽ നിന്ന്, ഈ സാത്താന്യമായ പൈശാചികമായ ഈ ദുരുപദേശത്തിൽ നിന്ന് ഈ ജനത്തെ രക്ഷിക്കുവാൻ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നു. എൻ്റെയും നിങ്ങളുടെയും പാപത്തിന് വേണ്ടി ക്രൂസിൽ ഒരു ബലിയായി, യാഗമായി തീർന്നു. യേശു ക്രിസ്തുവാണ് എൻ്റെയും നിങ്ങളുടെയും പാപത്തിന് പരിഹാരകൻ. പാപിയായ നമ്മെ ദൈവത്തോട് അടുപ്പിക്കുവാൻ കർത്താവ് യേശു മിശിഹ ക്രൂസിൽ ഒഴുകിയ രക്തമാണ് എൻ്റെയും നിങ്ങളുടെയും പാപത്തിന് പരിഹാരം. ആ യേശു ക്രിസ്തുവിൻ്റെ കാൽവരി മരണത്തിൽ അഥവാ കാൽവരി യാഗത്തിൽ വിശ്വസിച്ച് യേശുവിനെ രക്ഷിതാവും നാഥനുമായി ഹൃദയത്തിൽ സ്വീകരിച്ച് ആത്മരക്ഷ സാധ്യമാക്കി ജീവിതകാലം കർത്താവിനെ സമർപ്പിച്ച് കർത്താവിനോട് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുവാൻ, യേശു ക്രിസ്തുവിനെ മധ്യസ്ഥനായി സ്വീകരിക്കുവാൻ ദൈവം ഇടവരുത്തട്ടെ എന്നുള്ള എൻ്റെ ഈ പ്രാർത്ഥനയോടുകൂടെ എൻ്റെ ഈ ലഘു ചിന്ത ഞാനിവിടെ നിർത്തുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ കേൾവിക്കാരായ ഏവരെയും സഹായിക്കട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. കർത്താവിൻ്റെ അതിപരിശുദ്ധമുള്ള നാമത്തിന് വീണ്ടും മഹത്വം ഉണ്ടാകും.